ഇന്ന് എസാക്കുട്ടി നേരത്തെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ മലയാളം വായിക്കാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളതാണ്. അവൾ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പാഠം 11 എങ്ങനെ വായിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അവളെ പ്രോത്സാഹിപ്പിക്കാം. അവൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നാലും കുറേയൊക്കെ വായിക്കാൻ പഠിച്ചു. അടുത്ത വർഷമൊക്കെ നന്നായിട്ട് വായിക്കാൻ പഠിക്കും. അപ്പോൾ ആരെങ്കിലും പിള്ളേരെ വായിക്കാൻ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ കാണാം. നമുക്ക് നോക്കാം. എസാക്കുട്ടി വായിച്ചു. പാഠം 11. ഒരു വ്യാപാരിയും 5 മക്കളും. ഒരിടത്ത് ഒരു വ്യാപാരിയും വ്യാപാരി ചിഹ്നം നോക്കിയേ. വ്യാപാരി ഉണ്ടായിരുന്നു. 5 ആൺമക്കളുടെ പിതാവായിരുന്നു അദ്ദേഹം. 5 പേരും അച്ഛനെ വ്യാപാര കാര്യങ്ങളിൽ സഹായിക്കും എന്നാണോ? സഹായിച്ചു പോന്നു. വെരി ഗുഡ്. അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിനാൽ അവരുടെ വ്യാപാര മേഖല നാൾക്കുനാൾ വളർന്നു. നാട്ടിലെ ഒന്നാംകിട വ്യാപാരികളായി സമൂഹം അവരെ അംഗീകരിച്ചു. ഇതിനിടയിൽ മക്കളെല്ലാം ഓരോ സന്ദർഭങ്ങളിലായി വിവാഹം കഴിച്ചു. സുന്ദരികളും തന്റേടികളുമായ ഭാര്യമാരെയാണ് ഓരോരുത്തർക്കും. എസാക്കുട്ടി നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ 1 മാസമായി അവളെ വായിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം കുറച്ചൊക്കെ തെറ്റേ ഉള്ളൂ. അപ്പം കുട്ടികളുടെ കൂടെ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ 2-3 എത്തുന്നത് നന്നായിട്ട് വായിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഞങ്ങൾ തരുന്നതായിരിക്കും. എസാക്കുട്ടി എല്ലാവരോടും പറഞ്ഞേ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.